ട്രാൻസ്ലേഷൻ സ്റ്റഡീസിൽ 2022-2023 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. 24-ഉം 25-ഉം കിട്ടിയിട്ടില്ല. ഇപ്പോൾ 2022-23 വെച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഡൈനാമിക് ഈക്വലൻസ് എന്താണെന്ന് ചോദിക്കാം, ടൈപ്സ് ഓഫ് ട്രാൻസ്ലേഷൻ, പിന്നെ ആഫ്റ്റർ ലൈഫ് ഓഫ് ടെക്സ്റ്റ് എന്താണ്, അതുപോലെ തന്നെ ട്രാൻസ്ലേഷനും പവറും, അതായത് ഗായത്രി ചക്രവർത്തി സ്പിവക്കിൻ്റെ വർക്ക് അല്ലെങ്കിൽ തേജസ്വിനി നിരഞ്ജനയുടെ അത് ചോദിക്കാം, ഉപനിഷത്തിൻ്റെ ട്രാൻസ്ലേഷനെ കുറിച്ച് ചോദിക്കാം, ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് എന്താണ് അത് അക്ബറിൻ്റെ, മലയാളം ട്രാൻസ്ലേഷൻസ് ഹെർമൻ ഗുണ്ടേർട്ടിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, പ്രിസർവേഷൻ ഓഫ് കൾച്ചർ ബൈ GN രവി, അതുപോലെ തന്നെ അഭിജ്ഞാന ശാകുന്തളത്തിൻ്റെ ട്രാൻസ്ലേഷൻ, പിൽഗ്രിം പ്രോഗ്രസിൻ്റെ മലയാളത്തിലെ ഫോറിൽ ഇൻഫ്ലുവൻസ് ഓൺ മലയാളം അതും ചോദിക്കാം, മലയാളം ട്രാൻസ്ലേഷൻ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പിന്നെ കോർ കോൺസെപ്റ്റ് വരുന്നത് ലിംഗ്വിസ്റ്റിക് അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്താണ്, കൾച്ചറൽ അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്താണ്, ഇന്റർ സിമിയോട്ടിക് ട്രാൻസ്ലേഷൻ, ഫെയ്ത്ത്ഫുൾനെസ് എന്താണ് ട്രാൻസ്ലേഷനിൽ, കോണ്ടെക്സ്റ്റ് സെൻസിറ്റിവിറ്റി എന്താണ്, ട്രാൻസ്ലേഷൻ ഇൻവിസിബിലിറ്റി എന്താണ്. ബട്ട് ഡിഫൈൻ ട്രാൻസ്ലേഷൻ എന്തായാലും നിങ്ങൾ പ്രതീക്ഷിച്ചോ. പിന്നെ അതുപോലെ തന്നെ പേട്രൺ സെയിന്റ് ഓഫ് ട്രാൻസ്ലേഷൻ ആരാണെന്നുള്ളത് ചോദിക്കാം, ഭഗവത്ഗീത ആരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത്, ട്രാൻസ്ലേഷനും പവറും ആരാണ് ലിങ്ക് ചെയ്തത്, പിന്നെ ട്രാൻസ്ലേറ്റർ ഹൂസ് എ ട്രാൻസ്ലേറ്റർ സ്പീക്സ് ടു ഹിസ് ഏജ് എന്നുള്ള ക്വസ്റ്റ്യൻ വോൾട്ടർ ബെഞ്ചമിൻ ആണ് പറഞ്ഞത്. സോ ആ ഒരു ക്വസ്റ്റ്യൻ 1 മാർക്കായിട്ട് നോക്കി വെച്ചോളൂ. പിന്നെ ഹെർമൻ ഗുണ്ടേർട്ടിൻ്റെ ട്രാൻസ്ലേഷൻ വർക്ക് അഗെയിൻ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ ആർദർ ഷോപ്പൻഹോറും ഉപനിഷത്തും തമ്മിലുള്ള ആ ഒരു ലിങ്ക് എന്താണ്, ലിംഗ്വിസ്റ്റിക് അൺട്രാൻസ്ലേറ്റബിലിറ്റി, ഇന്റർ സിമിയോട്ടിക് ട്രാൻസ്ലേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ ടാഗോസ് വ്യൂസ് ഓൺ ട്രാൻസ്ലേഷൻ എന്താണ്, ഡിക്ഷണറിയും തിസോറസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, കൾച്ചറൽ ട്രാൻസ്ലേഷൻ പ്രോബ്ലംസ്, നമ്മളൊരു വർക്ക് വേറൊരു ലാംഗ്വേജിലുള്ളൊരു വർക്ക് അല്ലെങ്കിൽ വേറൊരു കൾച്ചറിലുള്ളൊരു വർക്ക് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ 4 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോമൻ യാക്കബ്സന്റെ തിയറി എന്താണെന്ന് ചോദിക്കാം, കാലിഫേറ്റ് ട്രാൻസ്ലേഷൻ മൂവ്മെന്റ്, സോഴ്സും ടാർഗറ്റ് ലാംഗ്വേജും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ റോൾ ഓഫ് ട്രാൻസ്ലേഷൻ ഇൻ എൻറിച്ചിങ് ലിറ്ററേച്ചർ, അതുപോലെ തന്നെ മിഷണറീസിന്റെ റോൾ എന്താണ്, റീഡിംഗ് കൾച്ചറിൽ എങ്ങനെ മിഷണറീസ് ഇന്ത്യയിലെ റീഡിംഗ് കൾച്ചർ എങ്ങനെയാണ് പ്രോഗ്രസീവ് ആക്കിയെന്നുള്ളത് ചോദിക്കാം. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടെന്ന് പറയുമ്പോൾ ഇന്ത്യൻ ട്രാൻസ്ലേഷൻ പെർസ്പെക്റ്റീവിൽ വെച്ച് നോക്കുമ്പോൾ സാൻസ്ക്രിറ്റ് ട്രഡീഷനെ കുറിച്ച്, മുഗൾ ട്രാൻസ്ലേഷൻ മൂവ്മെന്റ്, കൊളോണിയൽ ട്രാൻസ്ലേഷൻ. മലയാളത്തിലെ ട്രാൻസ്ലേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ പ്രിന്റിംഗ് പ്രസ്സും ലിറ്റററി ഡെവലപ്മെന്റും മിഷണറി റോളും. തിയറീസ് ഓഫ് ട്രാൻസ്ലേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡ്രൈഡന്റെയും നിഡയുടെയും യാക്കബ്സന്റെയും ബെഞ്ചമിന്റെയും കാര്യം പറയുക. അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എസ്ഐ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. അപ്പം ലിംഗ്വിസ്റ്റിക്കും കൾച്ചറും, അതായത് അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്ന് വെച്ചാൽ നമുക്കൊരു വർക്കിനെ അങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ റിയൽ ലൈഫ് ഇഷ്യൂസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എഴുതുക. ലിംഗ്വിസ്റ്റിക്കും കൾച്ചറൽ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത്. ട്രാൻസ്ലേഷനും പവറും തമ്മിലുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കൊളോണിയലിസത്തിനെ കുറിച്ചും കൾച്ചറൽ ഡോമിനൻസിനെ കുറിച്ചും എഴുതാൻ ശ്രമിക്കുക. ട്രാൻസ്ലേഷൻ ആൻഡ് കൾച്ചർ ചോദിക്കാം, അതായത് നമ്മൾ വേറൊരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്നുള്ളത്. അത് ഈ ഇഡിയംസും പ്രോവേർബ്സും കൾച്ചറൽ ഗ്യാപ്സും ഒക്കെയാണ് അതിനകത്ത് പ്രശ്നങ്ങളായിട്ട് വരുന്നത്. പിന്നെ ട്രാൻസ്ലേഷനെ ഒരു ക്രിയേഷനായിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്യുന്നത് മാത്രമല്ല ട്രാൻസ്ലേഷൻ, റീറൈറ്റ് ചെയ്യുന്നതാണ് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എഴുതുക. ട്രാൻസ്ലേഷൻ ഹിസ്റ്ററി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഗൾ പീരീഡ്, മിഷണറീസിൻ്റെ കാര്യം, പിന്നെന്താണ് കാലിഫേറ്റിൻ്റെ കാര്യമൊക്കെ എഴുതുക. മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുണ്ടേർട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ, നിഡയുടെ തിയറി, യാക്കബ്സന്റെ ടൈപ്സ്, പിന്നെ നിരഞ്ജനയുടെ ട്രാൻസ്ലേഷൻ പ്ലസ് പവർ, അൺട്രാൻസ്ലേറ്റബിലിറ്റി, ട്രാൻസ്ലേഷൻ മലയാളം, മിഷണറിയുടെ റോൾ എന്താണ്, ഇന്ത്യൻ ട്രാൻസ്ലേഷൻ ട്രഡീഷൻ. ഇത്രയും മസ്റ്റായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. പിന്നെ അപ്പോൾ ട്രാൻസ്ലേഷൻ തിയറി പഠിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിഡ, യാക്കബ്സൺ, ഡ്രൈഡൻ. Day 2. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇന്ത്യൻ പ്ലസ് മലയാളം ട്രാൻസ്ലേഷൻ ഹിസ്റ്ററി അറിഞ്ഞിരിക്കുക. ഈ കോൺസെപ്റ്റുകൾ, അൺട്രാൻസ്ലേറ്റബിലിറ്റി എന്താണ്, ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ട്രാൻസ്ലേഷൻ എന്താണ്. ഫെയ്ത്ത്ഫുൾനെസ് ഇൻ ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ആ മറ്റേ ഒറിജിനൽ വർക്കുമായിട്ട് നമ്മൾ നല്ല രീതിയിൽ ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം എന്നുള്ള രീതിയിൽ എന്നുവെച്ചാൽ ഒറിജിനാലിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ തിയറീസ്, ഇന്ത്യൻ ട്രാൻസ്ലേഷൻ ട്രഡീഷൻ, മലയാളം ട്രാൻസ്ലേഷൻ ഡെവലപ്മെൻറ്റ്, അൺട്രാൻസ്ലേറ്റബിലിറ്റി, ഇത്രയും കോൺസെപ്റ്റുകൾ നോക്കുക. ഇത് 2 വർഷത്തെ പാറ്റേൺ വെച്ചിട്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത്. റീസെൻ്റ് ആയിട്ടുള്ള 2024-25 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കി വെക്കുക. അതായത് മസ്റ്റായിട്ട് പഠിക്കേണ്ടത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ്.